നമ്മുടെ ഈ സംഘടനയുടെ ട്രഷററാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയ സൗഹൃദങ്ങളെ, വേദിയിലും സദസ്സിലുമുള്ള അധ്യക്ഷയും ബഹുമാനായ ഉദ്ഘാടകനടക്കമുള്ള പ്രിയമുള്ള സുഹൃത്തുക്കൾ, കാൽനൂറ്റാണ്ട് തൻ്റെ ചലച്ചിത്ര ജീവിതവും യാത്രയുമായി ബന്ധപ്പെട്ട് ശ്രീ പ്രിയനന്ദൻ അവർക്ക് പുല്ലൂരിലെ സാംസ്കാരിക കൂട്ടായ്മ നൽകുന്ന ഒരു ആദരവാണ് ഇന്ന് ഇവിടെ ആരംഭം കുറിച്ചിട്ടുള്ളത്. ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിനുള്ള ആദരവിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ 4 ചലച്ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക, അദ്ദേഹത്തിനൊരു ആദരവ് സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഈ ചടങ്ങിൻ്റെ ഉദ്ദേശം. തൻ്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അത് തൻ്റെ മാധ്യമമായ ചലച്ചിത്രങ്ങളിലൂടെ വ്യവസ്ഥാപിതമായ ഭരണത്തിനെതിരെയാണെങ്കിൽ പോലും അധികാരവർഗത്തോട് സമരസപ്പെടാതെ അത് നിർവഹിച്ച ശ്രീ പ്രിയനന്ദനുള്ള കൊല്ലൂരിലെ സാംസ്കാരിക കൂട്ടായ്മയുടെ ഒരു ചെറിയ ആദരമാണ്. അദ്ദേഹം 25 വർഷങ്ങൾ പിന്നിട്ടു എന്നുള്ള തൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ 25 വർഷക്കാലം, കാൽനൂറ്റാണ്ട് പിന്നിട്ട ചേട്ടൻ്റെ ആദരവാണ് ഇവിടെ സംഘടിപ്പിക്കുന്നതെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. കൊല്ലൂരിലെ സാംസ്കാരിക കൂട്ടായ്മ ഇത് അറിഞ്ഞപ്പോൾ വളരെ താല്പര്യത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു ചടങ്ങ് സംഘടിപ്പിക്കണം എന്ന തീരുമാനമെടുത്തത്. കൊല്ലൂരിനെ സംബന്ധിച്ച് വ്യാപാര മേഖലയായ കൊല്ലൂരിൽ പണമുണ്ടാക്കുന്ന തിരക്കിനിടയിൽ, തങ്ങളുടെ കച്ചവടം മെച്ചപ്പെടുത്തുന്ന തിരക്കിനിടയിൽ സാംസ്കാരിക പ്രവർത്തനം മറന്നുപോയ കുറച്ച് ആളുകൾ താമസിക്കുന്ന സ്ഥലം കൂടിയാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള ഈ പരിപാടി നടക്കുന്നത് എന്നുള്ള വലിയ ഒരു പ്രാധാന്യം കൂടി ഇന്നത്തെ ചടങ്ങിനുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ അധികമായൊന്നും കടന്നു പോകുന്നില്ല. ഇന്നത്തെ ഈ ദിവസം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ആദ്യമായി ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ, പ്രിയങ്കരിയായ വൈലോപ്പള്ളി സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ശ്രീമതി AV വിജന അവരെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇത്തരത്തിൽ പ്രിയനന്ദൻ അവർക്കൊരു ആദരം സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രാരംഭ പരിപാടി ഞങ്ങളിനുള്ളിൽ തന്നെയുള്ള ഒരാളായിരിക്കണം ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്കതൊരു നിർബന്ധമുണ്ടായിരുന്നു. ഞങ്ങളുടെ സഹയാത്രികൻ, ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അഗസ്റ്റിൻ കുട്ടനല്ലൂർ അവറുകളാണ് ഈ രാവിലത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. കവിയും സാംസ്കാരിക പ്രവർത്തനവുമായിട്ടുള്ള ശ്രീ അഗസ്റ്റിൻ കുട്ടനല്ലൂരാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയുടെ സംഘാടകരിൽ മുഖ്യ സംഘാടകൻ, ഈ കൊല്ലൂർ സാംസ്കാരിക കൂട്ടായ്മയുടെ ചെയർമാൻ പ്രിയപ്പെട്ട പോളി ജോസ് ഇവിടെയുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് നന്ദി പറയാൻ പ്രിയപ്പെട്ട ശ്രീ VR ബാബു ലെഫ്റ്റ് അവറുകളിവിടെയുണ്ട്. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്തു. സ്വാഗത പ്രസംഗമാണെങ്കിലും 1-2 പേരുകൾ എടുത്തു പറയാതെ ഇവിടെ നിന്ന് ഈ പ്രസംഗപീഠത്തിന് മുൻപിൽ നിന്ന് പോകാൻ സാധിക്കാത്തതുകൊണ്ട് 1-2 പേരുകൾ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത്തരത്തിലുള്ള ആശയം മുന്നോട്ട് വയ്ക്കുകയും അതിനുവേണ്ടി
ഞങ്ങളോടൊപ്പം നിന്ന് സഹകരിച്ച പ്രിയപ്പെട്ട ശ്രീ എ ജോസ്, അദ്ദേഹം ഇതിൻ്റെ പിന്നരിൽ നിന്നുകൊണ്ട് ഇതിൻ്റെ മുഖ്യധാരയിലേക്ക് വരാൻ ആഗ്രഹിക്കാതെ ഇതിന് നേതൃത്വം കൊടുത്ത ആളാണ്. ജോസേട്ടനെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ആഗ്രഹിക്കുമ്പോൾ എന്തും നൽകുന്ന വടിവീശി ഓങ്ക്രി കൂട്ടിച്ചാത്ത എന്ന് പറഞ്ഞ് വടിവീശി ആഗ്രഹിക്കുന്നവർക്ക് നൽകുന്ന മായാവിയെ പോലെ ഞങ്ങളുടെ എന്ത് ആവശ്യത്തിനും ഓടിയെത്തിയ ശ്രീ പ്രിൻസൻ അവണിശ്ശേരി ഈ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്ററാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്തു എന്നുള്ളതും പ്രിയപ്പെട്ട ശ്രീ MC തൈക്കാട് ഇതിൻ്റെ പുറകിൽ അഹോരാത്രം പണിയെടുത്ത ഒരാളാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മുഴുനീള ദിവസത്തെ ഈ പരിപാടിക്കായി ഇവിടുത്തെ ഭക്ഷണ ക്രമീകരണം നടത്തിയത് ഗമകം സംഗീതവേദിയുടെ നേതൃത്വത്തിലാണ്. അതിൻ്റെ പ്രവർത്തകരിവിടെ എത്തിയിട്ടുണ്ട്. അവരെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കോർപ്പറേഷൻ കൗൺസിലർ ശ്രീമതി രശ്മി ഉണ്ണികൃഷ്ണൻ വളരെ നേരത്തെ ഈ പരിപാടിക്കായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ ശ്രോതാക്കളായി ഒരു മുഴുനീള ദിവസം ദേശീയ അവാർഡ് ജേതാവിൻ്റെ ചലച്ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതറിഞ്ഞ് ഒരു മുഴുനീള ദിവസം അതിൻ്റെ പ്രേക്ഷകരായി ഇവിടെ എത്തിയ വൈലോപ്പിള്ളി സ്കൂളിലെ NSSൻ്റെ കുട്ടികൾ, അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ടീച്ചർ അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഒട്ടനവധി എൻ്റെ പരിമിതമായ അറിവിനപ്പുറത്തേക്ക് വളരെ പ്രശസ്തരായ ഒട്ടനവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ പേരുകൾ എടുത്തു പറയേണ്ടതാണ് എന്ന് എനിക്കറിയാം. പക്ഷേ ക്ഷമാപൂർവം മുഴുവൻ ആളുകളെയും ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ ക്ഷമാപൂർവം മുഴുവൻ ആളുകളെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷയായി പ്രിയപ്പെട്ട വിജയലക്ഷ്മി ടീച്ചറെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യരെ, എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷം, അഭിമാനം, ഇങ്ങനെ നമ്മുടെ ഒല്ലൂരിലെ സൗഹൃദ കൂട്ടായ്മ പ്രിയ സൗഹൃദം എന്ന പേരിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്താനായൊരു വേദി വൈലോപ്പള്ളി സ്കൂളിനെ തിരഞ്ഞെടുത്തു എന്ന് കേട്ടതിൽ ആദ്യം ഒരുപാട് സന്തോഷിച്ചു. കാരണം വൈലോപ്പള്ളി സ്കൂളിനെ പ്രിയപ്പെട്ട കലാകാരൻ പ്രിയനന്ദനുമായി കണക്ട് ചെയ്തത് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥിയും ഞങ്ങളുടെ സ്വന്തം മുല്ലനഴി മാഷുമായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ഒരു ചിത്രം വരച്ചിട്ടിരുന്നു ഞങ്ങളുടെയൊക്കെ മനസ്സിൽ പ്രിയനന്ദനൻ എന്ന കലാകാരനെ കുറിച്ച്. കൂടുതൽ ആഴങ്ങളിൽ അദ്ദേഹത്തെ അറിഞ്ഞത് അദ്ദേഹമെന്ന ഒല്ലൂരുകാരനെ, അദ്ദേഹമെന്ന മനുഷ്യനെ സമൂഹത്തിലെ വളരെ സങ്കീർണമായ റെലവൻ്റായ പ്രശ്നങ്ങളെ വളരെ സത്യസന്ധമായി വരച്ചിടാൻ അദ്ദേഹത്തിന് സാധിച്ചു. കാരണം സിനിമ ഏറ്റവും വളരെ ശക്തമായ ഒരു മാധ്യമമാണ്. ഒരുപാട് ആളുകളിലേക്ക് ഇത്രയും പെട്ടെന്ന് കാര്യങ്ങൾ എത്തിക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സിനിമയുടെ പങ്ക് ഏറെ വലുതാണ്. അത് ഏറ്റവും സത്യസന്ധമായി ചെയ്യുക എന്നുള്ളത് ഒരു കലാകാരൻ്റെ ധർമ്മങ്ങളിൽ ഒന്നായി വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നു. അത്തരത്തിൽ പ്രശ്നങ്ങളെ വളരെ ഗൗരവമായും സത്യസന്ധമായും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ 25 വർഷത്തെ ഈ ആഘോഷ പരിപാടി ഒല്ലൂർ കൂട്ടായ്മ, സൗഹൃദ കൂട്ടായ്മ ഏറ്റെടുത്തത്. തീർച്ചയായും നമുക്കത് കഴിയണം. പല സിനിമകളും കാണുമ്പോഴും ഇപ്പോഴും എൻ്റെ കാഴ്ചപ്പാടാണോ എന്നെനിക്കറിയില്ല, പലപ്പോഴും ഒരു ഞെട്ടലുളവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായും വ്യക്തിപരമാണ്. കലയുടെ ഏത് കോണിൽ നിന്ന് നോക്കിയാലാണ് അത് കുറച്ചും കൂടെ ഭംഗിയായി, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമുക്കതിനെ പ്രത്യേകിച്ച് യുവതലമുറയിലേക്ക് എങ്ങനെ എത്തിക്കാൻ സാധിക്കുന്നു, അതിലുള്ള വെല്ലുവിളികൾ എന്ത് എന്നുള്ളത് തീർച്ചയായും ഒരു ചർച്ചാ വിഷയമാകേണ്ടുന്ന ഒരു വസ്തുതയാണ്.
എന്നിരുന്നാലും ഇത്തരമൊരു പ്രോഗ്രാമിൽ ഒരു അവസരം തന്നതിന് ഒല്ലൂർ സൗഹൃദ കൂട്ടായ്മയ്ക്ക് പ്രത്യേകം നന്ദി പറയാൻ കൂടി ഞാൻ ഈ വേദി ഉപയോഗിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങളെ സംബന്ധിച്ച്, വൈലോപ്പള്ളി സ്കൂളിനെ സംബന്ധിച്ച് പ്രിയനന്ദനൻ എന്ന പദത്തിനൊപ്പം ചേർത്ത് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വാക്കാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട മുല്ലനഴി മാഷ്. തീർച്ചയായും അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രോഗ്രാം ഇത്തരത്തിലല്ല, ഇതിലും വലിയൊരു മാനം ഉണ്ടാകുമായിരുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട കലാകാര, വൈലോപ്പള്ളി സ്കൂളിൻ്റെ ഏറ്റവും സ്നേഹവും ആശംസകളും ഈ അവസരത്തിൽ താങ്കൾ അറിയിക്കുന്നതോടൊപ്പം ഈ സൗഹൃദ കൂട്ടായ്മയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു. പ്രോഗ്രാം വൈകിക്കാതെ തന്നെ ഏറ്റവും ഭംഗിയായി നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ശ്രീ അഗസ്റ്റിൻ കുട്ടൻലവിൽ അവരെ ക്ഷണിച്ചുകൊണ്ടു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, കൊല്ലൂരിലെ സാംസ്കാരിക പ്രവർത്തകരുടെ ഒരു സൗഹൃദ സദസ്സ് മലയാള സിനിമയിൽ ഒരു 25 വർഷത്തോളം പ്രവർത്തിക്കുകയും ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലേക്ക് മലയാളത്തിൻ്റെ സിനിമയെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുകയും ചെയ്ത പ്രിയനന്ദനെ, അദ്ദേഹത്തെ ആദരിക്കുവാനും അദ്ദേഹത്തിൻ്റെ സിനിമകളെയും ഡോക്യുമെൻ്ററികളെയും ഒരു ദിവസത്തെ ചലച്ചിത്ര ഉത്സവമാക്കി തീർക്കാൻ വേണ്ടി ഒരുക്കി തീർത്ത ഈ പരിപാടി തീർച്ചയായിട്ടും വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. സിനിമ അല്ലെങ്കിൽ കല ജീവിതം കൊണ്ട് ഉണ്ടാക്കി തീർക്കുന്ന ഒരു കാര്യമാണ് എന്ന് വ്യക്തമായ ധാരണയുള്ള ഒരാളാണ് പ്രിയൻ. ഒരു കല കൊണ്ട് ഏത് ജീവിതത്തെയാണ് അടയാളപ്പെടുത്തേണ്ടത് എന്ന് സ്വന്തം ജീവിതം കൊണ്ട് പരിശീലിക്കുകയും നേടിയെടുക്കുകയും ചെയ്ത പ്രിയൻ തൻ്റെ എല്ലാ സിനിമകളിലും സമൂഹത്തിൽ അക്കാലമത്രയും നിലനിൽക്കുന്ന മുൻധാരണകൾക്ക് വിരുദ്ധമായി അല്ലെങ്കിൽ അതിൻ്റെ കുറുകെ സഞ്ചരിക്കുന്ന ഒരു ഭാവുകത്വത്തെ, ഒരു കാഴ്ചയെ, ഒരു കാഴ്ചപ്പാടിനെ, തൻ്റേതായ ഒരു മുദ്രയെ ഈ 25 വർഷത്തിനുള്ളിൽ തന്നെ പ്രിയൻ നേടിയെടുക്കുക എന്നുള്ളത് മലയാള സിനിമയുടെ ചരിത്രം പഠിക്കുന്നവർക്കും സിനിമയെ സ്നേഹിക്കുന്നവർക്കും കലയെയും സാഹിത്യത്തെയും ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ കൃത്യമായിട്ട് മനസ്സിലാകുന്നൊരു കാര്യമാണ്. ഈ ദിവസത്തിൽ ഇവിടെ പ്രദർശിപ്പിക്കപ്പെടുന്ന സിനിമകളിലും ഡോക്യുമെൻ്ററികളിലും അതിലാദ്യത്തെ ഇനം വൈലോപ്പിള്ളിയുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന വൈലോപ്പിള്ളി ഒരു കാവ്യജീവിതം എന്ന ഒരു ആവിഷ്കാരമാണ്. നേരത്തെ വിജയൻ ടീച്ചർ ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, കൊല്ലൂരിനും പ്രത്യേകിച്ച് ആ വിദ്യാലയത്തിന് എങ്ങനെയാണ് വൈലോപ്പിള്ളിയുടെ സ്മൃതിയുമായി ചേർന്ന് നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ സംഘാടകർക്ക് ആദ്യത്തെ ഒരു പ്രദർശനം വൈലോപ്പിള്ളിയുടെ ജീവിതത്തെ ആവിഷ്കരിക്കുന്ന പ്രദർശനം കൂടിയാകണം എന്നൊരാഗ്രഹം വെച്ചുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. വൈലോപ്പിള്ളി മാഷ് ഒരുപക്ഷെ കാവ്യജീവിതത്തിൽ കവിതയെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളുകൾക്കെല്ലാം കൃത്യമായിട്ടറിയാം, മലയാള കവിതയുടെ നടപ്പു രീതികളിൽ നിന്ന് വ്യത്യസ്തമായി സഞ്ചരിച്ച ഒരാളാണ്. ആ വ്യത്യസ്തമായുള്ള സഞ്ചാരം കവികളെയും സാഹിത്യകാരന്മാരെയും ആ കാലം വരെ അവരാവിഷ്കരിച്ച ജീവിത രീതിയിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ വിശുദ്ധമായ സങ്കല്പങ്ങളെയും കീറിമുറിച്ച് അതിനകത്തുള്ള സത്യത്തെ ആവിഷ്കരിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരാളാണ് വൈലോപ്പിള്ളി മാഷ്. വൈലോപ്പിള്ളി മാഷ് ഒരിക്കലും പ്രകൃതിയുടെ ഉപാസകനായിരുന്നില്ല. കവികളെക്കുറിച്ച് പൊതുവൊരു ധാരണയുണ്ട്, പ്രകൃതിയുടെ ഉപാസകനായിരിക്കുക, പ്രകൃതിയുടെ സൗന്ദര്യത്തെ പാടിപ്പുകഴ്ത്തുക, പ്രകൃതിയിലെ നന്മകളെ മാത്രം, ഇപ്പോൾ അരയന്നം വെണ്ണ മാത്രം കുടിക്കുന്ന, വെള്ളത്തെ മാറ്റി നിർത്തി അരയന്നം വെണ്ണ മാത്രം അതിൽ നിന്ന് കുടിക്കുന്നത് പോലെ പ്രകൃതിയുടെ സൗന്ദര്യത്തെ മാത്രം ഒപ്പിയെടുക്കുന്നവരാണ് കവികൾ എന്നൊരു ധാരണ നിലനിന്നൊരു കാൽപ്പനിക കാലഘട്ടത്തിൽ
ഒരുപക്ഷെ മലയാളത്തിൻ്റെ നവോത്ഥാന കാലഘട്ടത്തിൻ്റെ ഒരു ഉൽപ്പന്നം കൂടിയായ വൈലോപ്പിള്ളി മാഷ് ഈ വിശുദ്ധമായ സങ്കല്പങ്ങളെ നിശിതമായി വിമർശിക്കുകയും എല്ലാ വിശുദ്ധികളെയും ഉടച്ചു വാർക്കുകയും അതിൽ നിന്ന് സത്യത്തിൻ്റെ ഒട്ടും സൗന്ദര്യമല്ലാത്ത രൂപത്തെ പ്രദർശിപ്പിച്ച ഒരാളാണ്. സത്യം സൗന്ദര്യത്തോടെ നിൽക്കുന്ന ഒന്നല്ല എന്നാണ് വൈലോപ്പിള്ളി മാഷ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കവിതയിലൂടെ ആവിഷ്കരിച്ചത്. അതുകൊണ്ടാണ് പുഞ്ചിരിഹാം കുലീനമാം കള്ളം നെഞ്ചു കീറി ഞാൻ നേരിനെ കാണാം എന്ന് വൈലോപ്പിള്ളി പാടിയത്. എല്ലാ പുഞ്ചിരികളും പുഞ്ചിരിക്കുന്ന മുഖം പിന്നെ സത്യത്തിൻ്റെ മുഖമല്ല എന്ന് സാഹിത്യത്തിന് മാത്രമേ പറയാൻ കഴിയൂ. നിലനിൽക്കുന്നൊരു സമൂഹം പറയും പുഞ്ചിരിക്കുന്ന മുഖം നന്മയുടെ പ്രതീകമാണെന്ന് പറയും. മതങ്ങൾ പറയും പ്രത്യക്ഷമായ എല്ലാ സൗന്ദര്യങ്ങളും നന്മയുടെ പ്രതീകമാണെന്ന് പറയും. പക്ഷേ സൂക്ഷ്മമായി പരിശോധിക്കുന്ന കല പുഞ്ചിരിക്കുന്ന മുഖങ്ങൾക്കുള്ളിൽ അടങ്ങിയിരിക്കുന്ന അതിൻ്റെ പുറകിലുള്ള വൈകൃതത്തെ, അതിൻ്റെ പുറകിലുള്ള ദുഷിപ്പിനെ എടുത്തു കാണിക്കുകയും സത്യം അത്രയൊന്നും സൗന്ദര്യമുള്ള ഒന്നല്ല എന്ന് പിന്നെ വൈലോപ്പിള്ളി തൻ്റെ കവിതയിലൂടെ ആവിഷ്കരിച്ചു. അതുകൊണ്ട് വൈലോപ്പിള്ളിയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്ന വാക്കാണ് ഈ ശകലം, വാക്യശകലം പുഞ്ചിരിഹാം കുലീനമാം കള്ളം. ഇന്ന് എത്രയോ ആവർത്തി നമുക്ക് ഏത് മനുഷ്യരുടെയും ഏത് വ്യവസ്ഥിതിയുടെയും ഏത് സാമൂഹ്യ വ്യവസ്ഥതയുടെ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളുടെ മുഖത്ത് നോക്കി നമുക്ക് പറയാവുന്ന ഒറ്റ വാക്യമാണ് പുഞ്ചിരിഹാം കുലീനമാം കള്ളം. വൈലോപ്പിള്ളി തൻ്റെ എല്ലാ ദർശനങ്ങളിലും ഇപ്പോൾ പൂക്കളെക്കുറിച്ച് പാടുമ്പോൾ ചങ്ങമ്പുഴയാണ് പൂക്കളെക്കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചും വേറെയേറെ പാടി പാടി മതിവരാതെ മനുഷ്യരാണ്. ആര് വാങ്ങും ഇന്ന് ആരാമത്തിൻ്റെ രോമാഞ്ചം എന്ന് ചങ്ങമ്പുഴ തൻ്റെ മുൻപിലുള്ള സകല സൗന്ദര്യത്തെയും പാടിപ്പുകഴ്ത്തിയാണ്. പക്ഷേ മാഷ് അങ്ങനെയല്ല. വൈലോപ്പിള്ളി എല്ലാ പൂക്കളിൽ നിന്നും തൻ്റെ കവിതയിലേക്ക് തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും ചെറിയ ഒരു തുമ്പപ്പൂവിനെയായിരിക്കാം. തുമ്പപ്പൂ എന്നുള്ള കവിത തന്നെ വൈലോപ്പിള്ളി കവിത തന്നെയുണ്ട്. ആ കവിതയിൽ ഒരുപാട് പൂക്കളെ കവി കാണുന്നു, നെല്ലിപ്പൂക്കളെ കാണുന്നു, സൂര്യകാന്തിയെ കാണുന്നു, പിന്നെ റോസാപുഷ്പത്തെ കാണുന്നു. എല്ലാ പൂക്കളുണ്ട്. ദേവന്മാർക്ക് ഇഷ്ടപ്പെട്ട പൂക്കൾ പോലും, ദേവന് പിന്നെ പൂജയർപ്പിക്കുന്ന പൂക്കൾ പോലുണ്ട്. പക്ഷേ ഈ പൂജാപുഷ്പങ്ങളെല്ലാം മാറ്റി നിർത്തി മഹാബലിയുടെ കാലടിയുടെ രൂപമുള്ള ഏറ്റവും സൂക്ഷ്മമായ ഒരു പൂവിനെ തൻ്റെ കവിതയിലേക്ക് സ്വീകരിക്കുന്നു. പക്ഷികളിൽ അങ്ങനെയാണ്. കവികൾക്കേറെ ഇഷ്ടപ്പെട്ട ഒരു ബിംബമാണ് പക്ഷി. മിക്കവാറും കവികളുടെ കവിതയിലൊക്കെ ഈ രൂപകമായിട്ട് വരാവുന്നൊരു സാധനമാണ്. വൈലോപ്പിള്ളി ഏറ്റവും ആകർഷിച്ച പക്ഷി കാക്കയാണ്. ചീത്തകൾ കൊത്തി വലിക്കുകയും ഏറ്റവും വൃത്തി വെളിപ്പെടുന്നവൾ. നോക്കൂ, മലയാളത്തിൻ്റെ മാതൃഭാഷയുടെ പിതാവ് ആയ നമ്മുടെ കവി എഴുത്തച്ഛൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പിന്നെ പക്ഷി അറിയാലോ, സീതാമാതാവാണ്, തത്തയാണ്. ചുണ്ടിൽ ലിഫ്റ്റിക്ക് പോലെ സൗന്ദര്യമുള്ള, ചിറയിൽ ഒരു കാടിൻ്റെ വന്യത മുഴുവൻ സൗന്ദര്യമായ ചിറകുള്ള നല്ല ഓമനത്വമുള്ള പക്ഷിയാണ് എഴുത്തച്ഛൻ്റെ സീതാമാതാവ്. കുയിലുകളുണ്ട്, പാട്ടുപാടുന്ന മനോഹരമായ കുയിലുകളുണ്ട്. രാജകൊട്ടാരത്തിലെ സ്ത്രീകളെ അന്നനട പഠിപ്പിക്കുന്ന അരയന്യങ്ങൾ കവികൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ വൈലോപ്പിള്ളിയുടെ കവിതയിൽ മനുഷ്യരെങ്ങനെയാണ് ജീവിതത്തിലേക്ക് കവിതയിലേക്ക് കടന്നു വന്നത്, സമൂഹത്തിലേത് മനുഷ്യരെയാണ് തൻ്റെ കവിതയിലേക്ക് കടന്നു വന്നത്, അതുപോലെ ഏറ്റവും ആട്ടിയോടിക്കപ്പെട്ട, ഒരുപക്ഷെ അപരിഷ്കൃതരെന്ന് മാറ്റി നിർത്തപ്പെട്ട മനുഷ്യരുടെ പ്രതീകമായി കാണാവുന്ന കാക്കയാണ് വൈലോപ്പിള്ളി മാഷയുടെ കവിതയിലെ വൈലോപ്പിള്ളിയുടെ പക്ഷിസങ്കല്പത്തിൽ ഏറ്റവും വിശുദ്ധമായ പക്ഷി. അതുകൊണ്ടാണ് എല്ലാ ചീത്തകൾ കൊത്തിവലിക്കാൻ വിധിക്കപ്പെട്ട ആളാണ് കാക്ക. ആ കാക്ക അങ്ങനെയാണെങ്കിലും ചീത്തകൾ കൊത്തിവലിക്കുകയും ഏറ്റവും വൃത്തിവെടുപ്പെടുന്നവൾ, വളരെ വൃത്തിയുള്ള, മനുഷ്യർക്കൊപ്പം സഞ്ചരിക്കുന്ന പക്ഷിയാണ് കാക്ക എന്ന് അപ്പം ഈ ഞാൻ പറഞ്ഞു വന്നത്, നിലനിൽക്കുന്ന കാവ്യസങ്കല്പങ്ങൾക്ക് പുറകെ സഞ്ചരിക്കുക. ഇതാണ് സത്യം, ഇതാണ് സൗന്ദര്യം, ഇതാണ് നന്മ എന്ന് ഇവിടെ വിശ്വസിച്ച് പോകുന്ന ആ കാലഘട്ടത്തിൽ ഇതൊന്നുമല്ല സത്യം, ഇതൊന്നുമല്ല നന്മ എന്ന് മറ്റൊരു കാഴ്ച തൻ്റെ കവിതയിലൂടെ പിന്നെ പ്രദർശിപ്പിച്ചെഴുതിയ ആളാണ് വൈലോപ്പിള്ളി മാഷ്. മനുഷ്യബന്ധങ്ങളിലും അങ്ങനെ തന്നെ. മാഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കവിതകൾ എടുത്താൽ അതിലൊന്നാണ് കുടിയൊഴിക്കൽ. കുടിയൊഴിക്കലെല്ലാം നമുക്ക് സുപരിചിതമാണ്. കവിത പിന്നെ ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് പോലും അതിൻ്റെ ഒരു പശ്ചാത്തലം അറിയാം. ജന്മിയുടെ കുടിയാനായി അദ്ദേഹത്തിൻ്റെ പറമ്പിൽ പണിയെടുക്കുന്ന ഈ കുടിയാൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, കുഞ്ഞ്,
ആ കുടിയാൻ നിരന്തരമായി ജന്മിക്ക് ശല്യമാകുന്നു. ജന്മിയാകട്ടെ വലിയ പ്രമാണിയാണ്, മധ്യവർഗത്തിൻ്റെ പിന്നെ ആളാണ്, കവിയും കൂടിയാണ്. കവിയും മധ്യവർഗ ജീവിതം നയിക്കുന്ന ഒരാളാണ് ഇതിലെ കവി. ആ കവിക്ക് അരോസരമുണ്ടാക്കുന്നതാണ് ഈ കുടിയാൻ. കവി എന്നും വൈകിട്ട് അദ്ദേഹത്തിൻ്റെ മൃഷ്ടാന്ന മോചനം കഴിഞ്ഞ് കവിത എഴുതാൻ വേണ്ടിയുള്ള ഭാവനയിലൂടെ മനസ്സിങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് അപ്പുറത്തെ പറമ്പിൽ നിന്ന് ഈ കുടിയാൻ തൻ്റെ ജീവിതത്തിൻ്റെ കലഹങ്ങൾ കൊണ്ട് കവിയുടെ മനസ്സിനെ അരോസരപ്പെടുത്തുന്നു. കവിയുടെ മനസ്സിനെ അരോസരപ്പെടുത്തുന്നൊരു ഘടകം അതിൽ ഏറ്റവും താഴേക്കിടയിലുള്ള മനുഷ്യൻ്റെ ജീവിത കലഹമാണ് എന്നുള്ളതാണ് ആ കവിതയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കവി തൻ്റെ മനസ്സിൻ്റെ ഭാവനകൾ കൊണ്ട് അങ്ങനെ ആകാശ സാനുവിലൂടെ നക്ഷത്രങ്ങൾ പിന്നെ അമ്പിളിയെല്ലാം നിറഞ്ഞ ഒരു കാവ്യലോകത്തോടെ മനസ്സ് സഞ്ചരിക്കുമ്പോൾ അപ്പുറത്തെ പറമ്പുള്ള കുടിയാൻ്റെ ജീവിതത്തിൻ്റെ കലഹത്തിൻ്റെ തെറിയാണ് ഈ കവിയെ അരോസരപ്പെടുന്നത്. അപ്പോൾ എല്ലാ കവികളെയും എല്ലാ കലാകാരന്മാരെയും അരോസരപ്പെടുത്തേണ്ടത് ഏറ്റവും താഴേക്കുള്ള മനുഷ്യ ജീവിതത്തിൻ്റെ ആ ജീവിതത്തിൻ്റെ കലഹമാണ് എന്നതിൽ നിന്നാണ് ഈ കുടിയൊഴിക്കൽ ആരംഭിക്കുന്നത്. അതിൽ തന്നെ ഈ സ്ത്രീ പുരുഷ ബന്ധങ്ങളെക്കുറിച്ച് വൈലോപ്പിള്ളി കവിതയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകം അതാണ്. സ്ത്രീ പുരുഷ സങ്കല്പങ്ങളെക്കുറിച്ചുള്ള ഒരു നിശിതമായ വിമർശനം വൈലോപ്പിള്ളി കവിതയിലേക്കുണ്ട്. ജന്മി കുടിയാനെ ഭീഷണിപ്പെടുത്തിയിട്ട് അദ്ദേഹത്തെ പറഞ്ഞു കൊടുക്കുന്നു. അതിക്ക് മുമ്പ് ഈ കുടുംബത്തിലുള്ള കലഹത്തിൽ ഈ കർഷക തൊഴിലാളിയായ ഈ കുടിയാൻ തൻ്റെ ഭാര്യയെ പ്രഹരിക്കുകയാണ്, തല്ലുകയാണ്, വലിയ കലഹം നടക്കുകയാണ്. ആ കലഹം നടക്കുമ്പോൾ കുടിയാൻ പറയുന്നത്, ദേവിടിശി നീ എന്തേ കഞ്ഞി ദേവി വെച്ചത് ചോറെനിക്കില്ലേ. വിജയമാഷ വരിയെക്കുറിച്ച് എടുത്തിട്ട് വളരെ ദീർഘമായൊരു ഒരു പ്രഭാഷണം തന്നെ നടത്തുന്നത്. എവിടെയാണ് പണിയെടുക്കുന്നവൻ്റെ ചോറ്, എവിടെയാണ് എൻ്റെ ഭക്ഷണം, എവിടെയാണ് എൻ്റെ ജീവിത സൗഭാഗ്യം എന്ന് ഏറ്റവും താഴേക്കിട്ടുള്ള മനുഷ്യൻ്റെ ചോദ്യമാണ് അത്. ദേവിടിശിയും നീ എന്നെ കഞ്ഞി തേവി വെച്ചത് ചോറെനിക്കില്ലേ എന്ന് പകലന്തിയോളം പണിയെടുക്കുന്ന മനുഷ്യർ, പ്രകൃതിയെ മാറ്റി പണിയുന്ന മനുഷ്യർ, പ്രകൃതിയെ ഉടച്ചു വാർക്കുന്ന മനുഷ്യർ, ഈ മനുഷ്യരുടെ ചോറ് ആരൊക്കെയോ മാറ്റിവെച്ചിരിക്കുന്നു എന്ന ഒരു ധ്വനിയാണ് ഈ വരിയിൽ എന്ന് വിജയമാഷ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ സ്വന്തം ഭാര്യയെ തല്ലിയ പിന്നെ അവർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ തൊഴിലാളി ജന്മിയുടെ ശകാരം കേട്ടതോടുകൂടി തിരിച്ചു വരികയും അടുത്ത വരി പറയുന്നത്, ആട്ടൊരുഗ്രമാം ചുംബനമോ നീ കൂട്ടുകാരിയെ കുഴുകിയുണങ്ങി. ഒരു നിമിഷം മുൻപ് തൻ്റെ സഹധർമ്മിണിയെ, തൻ്റെ ഭാര്യയെ കുലയാട്ട് പറഞ്ഞു ഉപദ്രവിച്ച ആ മനുഷ്യൻ അടുത്ത നിമിഷത്തിൽ ആട്ടൊരുഗ്രമാം ചുംബനമോ, നേരത്തെ ആട്ടി പായിച്ചത് ഇപ്പം എന്താണ്, ആട്ട് ഒരുഗ്രമാം ചുംബനമോ നീ കൂട്ടുകാരിയെ കുഴുകിയുണങ്ങി. കലഹങ്ങൾക്കെല്ലാം ഒരു നിമിഷ നേരത്തെ ആയുസ്സുള്ളൂ എന്ന് ഏറ്റവും സാധാരണമായ മനുഷ്യൻ്റെ ജീവിതം അത് സ്നേഹങ്ങൾക്ക് എല്ലാ ദുരന്തമുണ്ടെങ്കിലും സ്നേഹങ്ങൾ കൊണ്ട് സമൃദ്ധമാണ് എന്നുള്ള ഒരു ആശയത്തെയാണ് വൈലോപ്പിള്ളിയോടെ ചൂണ്ടിക്കാണിക്കുന്നത്. ധാരാളം കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ ചെറിയൊരു നിമിഷം കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നു വൈലോപ്പിള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കവിതയായി ലോക കവികളുടെ ഒരു മാനിഫെസ്റ്റോയായി ഉയർത്തി കാണിക്കാവുന്ന വരി, നന്മതൻ മറുപുറം കാണും ഞങ്ങളെന്നും ഒരു സൗവർണ പ്രതിപക്ഷം. ഞങ്ങളൊക്കെ കവി സമ്മേളനം ഇടയ്ക്കിടയ്ക്ക് അത് ഉദ്ധരിക്കാറുണ്ട്. കവികൾ ആരാണ്, കവികൾ ഏത് പക്ഷക്കാരാണ്? കവികൾ എക്കാലത്തും പ്രതിപക്ഷമാണ്. ലോകത്തുള്ള മുഴുവൻ കലാകാരന്മാർക്കും കവികൾക്കും മനസ്സിൽ കൊണ്ടു നടക്കാവുന്ന രണ്ടു വരിയാണ്, നന്മതൻ മറുപുറം കാണും. ഇന്നതാണ് നന്മ, ഇന്നതാണ് ശരിയെന്ന് ഓരോ കാലഘട്ടത്തിലെ വ്യവസ്ഥ പറഞ്ഞുറപ്പിക്കുമ്പോഴും ഈ വ്യവസ്ഥയ്ക്കും അപ്പുറത്തുള്ള ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നന്മതൻ മറുപുറം കാണും ഞങ്ങളെന്നും ഒരു സൗവർണ പ്രതിപക്ഷം. കാരണം വൈലോപ്പിള്ളി മാഷെ ഒരു ഉൾക്കാഴ്ചയുള്ള കവികൾ ആവിഷ്കരിക്കുന്നത് തുടുവെള്ളാമ്പൽ പൊയ്കയല്ല, ജീവിതത്തിൻ്റെ കടലേ ഞങ്ങൾക്ക് കവിതയ്ക്ക് മഷിപ്പാക്കണം. ജീവിതത്തെ വെള്ളാമ്പൽ പൊയ്കയിൽ നിന്ന് മഷിയെടുത്തിട്ടല്ല ഇത്തരം കവികൾ കവിത എഴുതുന്നത്. മനുഷ്യജീവിതത്തെ ആവിഷ്കരിക്കാൻ,
ഈ സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലുള്ള എക്കാലത്തും ചവിട്ടിമെതിക്കപ്പെട്ട മനുഷ്യരുടെ ജീവിതം ആവിഷ്കരിക്കാൻ തൊടുവെള്ളാമ്പൽ പൊയ്കകൾ നിൽക്കുന്ന ആ മഷിയിലെടുക്കേണ്ടത് കലങ്ങി മറിഞ്ഞ ജീവിതത്തിൻ്റെ പ്രക്ഷുബ്ധതയുള്ള ജീവിതത്തിൻ്റെ ആഴങ്ങളെ കാണിക്കുന്ന ഈ കലങ്ങി മറിഞ്ഞ കടൽ തന്നെയാണ്. അതുകൊണ്ട് കടലിനെ മഷിക്കുപ്പിയാക്കുന്ന ഒരു കുട്ടി ഇവിടെ കവിത എഴുതിക്കൊണ്ടിരിക്കുന്നു എന്ന് വിജയമാഷ അദ്ദേഹത്തിൻ്റെ ആ ആമുഖത്തിൻ്റെ അവസാനം കുറിച്ചിട്ടുണ്ട്. എന്തായാലും അങ്ങനെയുള്ളൊരു കവിയെ കേരളത്തിലെ വ്യത്യസ്തമായ മലയാളത്തിൻ്റെ തന്നെ വ്യത്യസ്തമായ ഒരു ദർശനത്തെ, ഒരു കാവ്യ അവബോധത്തെ, ഭാവുകത്വത്തെ, സൗന്ദര്യബോധത്തെ നമുക്ക് മുമ്പിൽ കൊണ്ടുവന്ന മലയാളത്തിൻ്റെ കവിയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. അദ്ദേഹത്തിൻ്റെ സമകാലികർ പോലും പ്രകൃതിയുടെ ഉപാസകരായും വ്യവസ്ഥാപിതമായ നന്മകൾക്ക് പുറകെ ഓടിയപ്പോഴൊക്കെ അതിന് വിരുദ്ധമായി സഞ്ചരിക്കുകയും ജീവിതത്തിൻ്റെ സത്യത്തെയും ജീവിതത്തിൻ്റെ ഒട്ടും ആകർഷകമല്ലാത്ത സൗന്ദര്യത്തെയും മലയാളികൾക്ക് മുമ്പിൽ കാഴ്ചവെച്ച ആളാണ്. ആ കവിയുടെ വൈലോപ്പിള്ളിയുടെ കാവ്യജീവിതത്തെ അടയാളപ്പെടുത്തുന്നതാണ് നമ്മുടെ ഇന്നത്തെ ഈ പ്രദർശനത്തിൽ ആദ്യത്തെ സിനിമ. ഈ സംരംഭത്തിൽ പ്രിയനെയും അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തെയും കൂടി നമ്മൾ ഓർക്കുകയാണ് ഒരിക്കൽ കൂടി. അതെല്ലാം ഒന്ന് ഓർമ്മിച്ചുകൊണ്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിനെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. നമ്മുടെ സമ്മേളനത്തിന് നന്ദി പറയുന്നതിന് വേണ്ടി ബാബുവിനെ ക്ഷണിക്കുക. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി പറയുകയാണ് എൻ്റെ ചുമതല. നമ്മുടെ പ്രിയൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ 25 വർഷങ്ങൾ നമ്മൾ ഇന്നിവിടെ ആഘോഷിക്കുവാനാണ് എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒല്ലൂർ സാംസ്കാരിക കൂട്ടായ്മയുടെ ഒരു സ്നേഹാദരവും പ്രിയന് നമ്മളിന്നിവിടെ അർപ്പിക്കുന്നുണ്ട്. വല്ലച്ചിറയിലെ നാടകക്കളരിയിലൂടെ തൻ്റെ കലാരംഗത്തേക്ക് കടന്നു വന്ന ശ്രീ പ്രിയനന്ദനൻ തൻ്റേതായ ഒരു ഇന്ത്യൻ സിനിമയിൽ തൻ്റേതായ ഒരിടം ആദ്യത്തെ സിനിമയിലൂടെ തന്നെ നേടിയെടുക്കുകയുണ്ടായി. തനിക്ക് പറയാനുള്ളതെല്ലാം നാടകത്തിലൂടെയും സിനിമയിലൂടെയും ഉറക്കെ പറയുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവമാണ്. അദ്ദേഹത്തിന് ഇനിയും കൂടുതൽ നല്ല സിനിമകൾ ചെയ്യാനും അതിനുവേണ്ട പിന്തുണ നൽകുന്ന നിർമ്മാതാക്കൾ രംഗത്ത് വരട്ടെ എന്നും ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങിനെ ഉദ്ഘാടനം ചെയ്തത് നമുക്കേവർക്കും പ്രിയപ്പെട്ട നമ്മുടെ പ്രിയ കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ അഗസ്റ്റിൻ കുട്ടനെല്ലൂരാണ്. പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഒല്ലൂരിൻ്റെ എല്ലാ സാംസ്കാരിക സദസ്സുകളിലും നിറസാന്നിധ്യമായ ശ്രീ അഗസ്റ്റിൻ കുട്ടനെല്ലൂരിന് ഒല്ലൂർ സാംസ്കാരിക കൂട്ടായ്മയുടെ പേരിൽ നിറഞ്ഞ സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ അധ്യക്ഷത പദം അലങ്കരിച്ചത് നമ്മുടെ വൈലോപ്പിള്ളി GVHSSലെ പ്രിൻസിപ്പാളായ ആരാധ്യയായ ശ്രീമതി വിജന മാഡമാണ്. നമ്മുടെ കൂടെ നിൽക്കുകയും നമുക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങൾ ചെയ്തു തരികയും ചെയ്ത പ്രിൻസിപ്പൽ ശ്രീമതി വിജന മാഡത്തെ ഈ സാംസ്കാരിക കൂട്ടായ്മയുടെ പേരിൽ നിറഞ്ഞ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ഇന്നിവിടെ സ്വാഗതം ആശംസിച്ചത് ഈ സാംസ്കാരിക കൂട്ടായ്മയുടെ ട്രഷററും ഇതിൻ്റെ മുൻനിര പ്രവർത്തകനുമായ ശ്രീ സന്ദീപ് സഹദേവനാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ സാംസ്കാരിക കൂട്ടായ്മയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. നമ്മുടെ വേദിയിലുള്ള നമ്മുടെ പ്രിയങ്കരനായ കൗൺസിലർ, നമ്മളോടൊപ്പം ഈ പരിപാടിക്ക് മുൻനിരയിൽ എപ്പോഴും സജീവമായിട്ടുള്ള ശ്രീ പോളി ജോസ്, അദ്ദേഹത്തെയും ഞാൻ ഔപചാരികമായി നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഈ സദസ്സിലുള്ള നിരവധി പ്രഗത്ഭർ, നമ്മുടെ പ്രിയേട്ടനുണ്ട്, ചാക്കോ മാഷുണ്ട്, തൈക്കാട്, അങ്ങനെ നിരവധി വ്യക്തിത്വങ്ങൾ, പ്രദീപ് മുല്ലനേഴി, അങ്ങനെയുള്ള എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ GVHSSലെ കുട്ടികൾ നമ്മളോടൊപ്പം ഇന്നിവിടെ
വന്നിട്ടുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇനിയും പേരെടുത്ത് പറയാൻ നമ്മുടെ പ്രിൻസൻ അവിടിശ്ശേരി ജോസേട്ടൻ ഈ പരിപാടിക്ക് വേണ്ടി എപ്പോഴും മുന്നിൽ നിന്ന പ്രിൻസനും ജോസേട്ടനും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇനിയും പേരെടുത്ത് പറയാത്ത ഒട്ടേറെ നമ്മോടൊപ്പം നിൽക്കുകയും നമ്മോട് പുറകിലും മുൻപിലുമായി ഉണ്ടായിരുന്ന കുറേ പേരുണ്ട്. ഒരു 2 വരി കവിത കൂടി പാടിയിട്ട് ഞാനിത് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ വഴിയിലെ വെയിലിനും നന്ദി, ഞങ്ങളുടെ വഴിയിലെ തണലിനും നന്ദി, ഞങ്ങളുടെ വഴിയിലെ തണലിനും പൂത്ത പൂമര കൊമ്പിനും നന്ദി, മിഴി തുറക്കാത്തൊരലിവിനും നന്ദി, മിഴി ചുവപ്പിച്ച സൂര്യനും നന്ദി, പൂക്കളില്ലാതെ പുലരിയില്ലാതെ ആദ്രമേതോ വിളിക്കു പിന്നിലായി പാട്ടുമൂളി ഞാൻ നിൽക്കവെ നിങ്ങൾ കേട്ടു നിന്നൊരു തോഴരെ നന്ദി. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമ്മുടെ ഉദ്ഘാടന സമ്മേളനം സമാപിച്ചായി അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ വൈലോപ്പിള്ളി ഒരു കാവ്യ ജീവിതം നമുക്ക് പുറകിലായി അറേഞ്ച് ചെയ്തിട്ടുള്ള സ്ക്രീനിലാണ് പ്രദർശിപ്പിക്കുന്നത് എന്ന് പ്രത്യേകം അറിയിച്ചു. അപ്പോൾ ഉദ്ഘാടന സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തതായിട്ട് എല്ലാവരും മുൻപിലേക്ക് നമ്മുടെ സ്ക്രീൻ പുറകിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, അവിടേക്ക് കടന്നിരിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ആദ്യമായിട്ട് വൈലോപ്പിള്ളി ഒരു കാവ്യ ജീവിതം ഡോക്യുമെൻ്ററിയാണ് പ്രദർശിപ്പിക്കുന്നത്. അതിനെ തുടർന്നുകൊണ്ട് ദബാരി കുരുവി എന്ന് പറയുന്ന പ്രിയേട്ടൻ്റെ ഏറ്റവും പുതിയ സിനിമ പ്രദർശിപ്പിക്കുന്നതാണ്. വെള്ളം കുടിക്കാനുള്ള സൗകര്യം നമ്മുടെ വലതുവശത്ത് കാണുന്ന ഹാളിൻ്റെ ഫ്രണ്ടിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. വെള്ളം അവിടെ കുടിക്കാം. അതുപോലെ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ചായ ശരിയാവും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചായ കുടിച്ചുകൊണ്ട് സിനിമയിലേക്ക് കടക്കാം. എല്ലാവരും കടന്നിരിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. നേരം കളയാതെ പെട്ടെന്ന് തന്നെ തുടങ്ങാം. ഈ ഒരു ഇടവേളയിൽ നിങ്ങളോട് പറയാനുള്ളത് ഇന്നത്തെ പരിപാടി മൊത്തമായിട്ട് പറയുകയാണ്. കാലത്ത് 10 മണിക്ക് വൈലോപ്പിള്ളി ഒരു കാവ്യ ജീവിതം, 10:30 ദബാരി കുരുവി, ഉച്ചയ്ക്ക് 1 മണിക്ക് ഭക്ഷണത്തിന് ശേഷം ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഉച്ചയ്ക്ക് 3 മണിക്ക് സാറില്ല 10 മണിയുടെ പരിപാടി അരമണിക്കൂർ നേരം വൈകിയാണ് എങ്കിലും നമ്മളത് കൃത്യം പാലിക്കും. ഉച്ചയ്ക്ക് 3 മണിക്ക് പാതിരാക്കാലം, അതിനുശേഷം വൈകിട്ട് 6 മണിക്ക് നമ്മുടെ സാംസ്കാരിക സമ്മേളനം ആരംഭിക്കുന്നതാണ്. സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം 7-8 മണിയോട് അടുത്ത് നമ്മുടെ നെയ്ത്തുകാരൻ സിനിമ പ്രദർശിപ്പിക്കുന്നതാണ്. ഇന്നത്തെ സാംസ്കാരിക സമ്മേളനത്തിൽ പ്രശസ്ത കവിയായിട്ടുള്ള PN ഗോപികൃഷ്ണനും സിനിമാ നടനായ വിഷ്ണു ഉണ്ണികൃഷ്ണനും പങ്കെടുക്കുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ഇർഷാദ് അലി, സുനിൽ സുഗത തുടങ്ങിയ നമ്മുടെ നാട്ടിലെ എല്ലാ സിനിമാക്കാരും പങ്കെടുക്കുന്നതായിരിക്കും.